മഴയുള്ളപ്പം നമ്മൾ ബസ്സിൻ്റെ ഒക്കെ പുറകെ വണ്ടിയായിട്ട് പോകും, ഏത് വണ്ടി ആയിക്കോട്ടെ ബസ്സിൻ്റെ പുറകെ വണ്ടി ആയിട്ട് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ബസ്സുകാരന് ഏത് സമയത്തും ഒരാൾ ഫ്രണ്ടിൽ നിന്ന് കൈ കാണിച്ച് കഴിഞ്ഞാൽ ചവിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബസ്സിൻ്റെ പുറകെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ചേർന്ന് നിൽക്കരുത്, നിശ്ചിത അകലം പാലിച്ച് നിൽക്കുക. മഴയായതുകൊണ്ട് സഡൻ ബ്രേക്ക് ഔട്ടിയാൽ കിട്ടത്തില്ല. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഔട്ട് ബ്രേക്ക് ഔട്ടും പുറകിലുള്ള വണ്ടിക്കാരൻ ബ്രേക്ക് ഔട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും എല്ലാം കത്തുന്നുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെപ്പോഴും അല്ലേ, ഓരോ സീസൺ തുടങ്ങുമ്പോൾ മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും വേനലാണെങ്കിലും നമ്മൾ ഓരോ സീസൺ മാറുന്നതനുസരിച്ച് വണ്ടി ഒരു മുൻകരുതലുകൾ എടുത്തിരിക്കണം. മഴക്കാലത്താണ്, മഴയത്തും മഞ്ഞത്തുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് അല്ലേ. അതുപോലെ തന്നെ മഴക്കാലത്ത് ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി അങ്ങോട്ട് മുകളിലേക്ക് കയറിയാൽ മൊത്തം മഞ്ഞായിരിക്കും, കുട്ടിക്കാനം കുമളി അങ്ങനെ കയറി പോവാണ്. അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ വണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളുമായിട്ടുള്ള ടയർ അലൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അതുപോലെ ഫോഗ് ലാമ്പുകൾ ഉണ്ടെങ്കിൽ അത്, വണ്ടിയുടെ DRL ലൈറ്റ്സുകൾ അങ്ങനെയുള്ള എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് ദീർഘദൂര യാത്രകൾ പോവുക. അതുപോലെ തന്നെ വാഹനം നമ്മൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഓടിക്കുന്ന പോലെ തന്നെ നമ്മൾ തിരിക്കാനും സൈഡ് ചേർത്ത് ഒതുക്കാനും ഒക്കെ വേണ്ടി നമ്മൾ റിവേഴ്സ് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴാണെങ്കിലും വണ്ടി നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ വലിയ വണ്ടികളാണെങ്കിൽ ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ അല്ലേ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈവർ തന്നെ നിർത്തുവോ ഇറങ്ങി നോക്കുകയോ ചെയ്യുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് ചിലപ്പം ഈ മണ്ണ് ചെളിയുള്ള തെന്നിന് കവിയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്, ചെളിയുള്ള നോക്കുക. അതുപോലെ തന്നെ എപ്പോ റിവേഴ്സ് എടുത്താലും ഇപ്പൊ കാറാണെങ്കിലും ലോറി ആണെങ്കിലും ഒക്കെ ഒരു ബസ്സേ കയറാൻ വേണ്ടി പെട്ടെന്ന് ഓടി പറഞ്ഞില്ലേ. അപ്പൊ വണ്ടി വരുന്നില്ലെങ്കിൽ പണി കിട്ടും. മഴ ആക്കി കഴിഞ്ഞാൽ കുടയും ചോദിക്കേണ്ട ബസ് അവിടെ ബസ് നിർത്തി ബസ്സേ കയറാൻ വേണ്ടി പെട്ടെന്ന് ഓടി ക്രോസ് ചെയ്ത അതുപോലെയുള്ള നിസ്സാര കാര്യങ്ങളാണ് പലപ്പോഴും വലിയ ആക്സിഡൻസ് ഒക്കെ വരുത്തി വെക്കുന്നത്. അപ്പോൾ തന്നെ എല്ലാവർക്കും പറ്റുന്ന സംഭവം ഈ മഴയത്ത് റെയിൻകോട്ട് നമ്മളെടുത്ത് ബൈക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോഴേ 2 വീലർ ഓടിക്കുമ്പോഴും റെയിൻകോട്ട് എടുത്ത് ബൈക്കിൽ സീറ്റ് ഇടും. എന്നിട്ട് നമ്മൾ അതൊക്കെ കയറി ഇരിക്കും. എന്താ സംഭവിക്കുന്നത്? പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഗ്രിപ്പ് കിട്ടത്തില്ല, തെന്നി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആക്റ്റീവയിലൊക്കെ കഴിഞ്ഞ ദിവസം 2 പേരുടെ പറഞ്ഞു പോകും. നമ്മള് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അല്ലെങ്കിൽ നമുക്കൊരു സംശയം വരും, കോട്ട് അവിടെ ഇരിപ്പുണ്ടോ സംശയം. നമ്മളൊന്ന് തപ്പി നോക്കും ഒരു കൈ ഹാൻഡിലേന്ന് വിട്ടിട്ട് ഈ സാധനം, അല്ലെങ്കിൽ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെന്ന് നേരെ വെക്കാൻ ശ്രമിക്കും. അതൊക്കെ വളരെ ആക്റ്റീവ ഉള്ള വണ്ടിക്ക് അത് കൂടുതലും പണി കിട്ടുന്നത്. സ്ലിപ്പായിട്ട് നമ്മൾ റോഡിൽ തെറിച്ചു വീഴും. നമ്മുടെ ബാക്ക് സൈഡ് തന്നെ പോകും, പിന്നെ നമുക്ക് പിടുത്തമൊന്നുമില്ലല്ലോ. ഈ ആക്സിലേറ്ററുകൾ പിടുത്തമല്ലേ ഉള്ളൂ. ഈ വണ്ടി ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി അല്ലേ, വണ്ടികളുടെ തൊട്ട് പുറകെ കൊണ്ടൊന്ന് നിൽക്കും. പലപ്പോഴും കയറി പോകാൻ വേണ്ടി ഒരു ഗ്യാപ്പ്, സേഫ് ഡിസ്റ്റൻസ് ആരും ഇടുന്നില്ല. അങ്ങനെയുള്ള പ്രവണത പലരുടെയും ഡ്രൈവിങ്ങിലുണ്ട്. തൊട്ട് പുറകെ അപ്പൊ പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് വന്നാൽ നമ്മളൊരു വണ്ടിയുടെ പുറകിലാണെങ്കിൽ നമ്മൾ സ്ലിപ്പാണുള്ള സാധ്യത കൂടുതലാണ്. വണ്ടി ബ്രേക്കിംഗ് ആണ് ഏറ്റവും വലിയ വിഷയം ഇതിനകത്ത് അല്ലേ. എല്ലാ വണ്ടിയിലും ഈ മഴയത്ത് നമ്മളെ പഠിപ്പിച്ചേക്കുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രം ചവിട്ടി ഉപയോഗിക്കുക. അത്യാവശ്യത്തിന് മാത്രം. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ആശാൻ പറഞ്ഞ സളം ബ്രേക്കുന്ന പോലും പറഞ്ഞു തന്നിട്ടില്ല. അതെന്നാ സളം ബ്രേക്കുന്ന ഒരു സംഭവം പുള്ളി പറഞ്ഞു തന്നിട്ടില്ല. എന്നുവെച്ചാൽ അതിന് ഡ്രൈവിങ്ങിൽ നമുക്ക് അങ്ങനെ ഇല്ലത്. ഒരാൾ വട്ടം ചാടിയാൽ നമ്മൾ ഓവർ സ്പീഡ് ആണെങ്കിൽ സളം ബ്രേക്ക് ഇടും, എടുത്തി വിടും. ഇപ്പോൾ സ്ലോ സ്പീഡ് ആണെങ്കിലോ സളം ബ്രേക്കിന് ആവശ്യം വരുന്നുണ്ടോ? സാധാരണ സ്പീഡ് ആണെങ്കിൽ നമുക്ക് സളം ബ്രേക്ക് വേണ്ട. നോർമൽ ബ്രേക്കിൽ നമുക്ക് ആ ഒരു അപകടം ഒഴിവാക്കാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു മിനിമത്തിലും കൂടുതൽ സ്പീഡ് ആയി കഴിഞ്ഞാൽ എന്നാ കുഴപ്പം? വണ്ടി നിൽക്കും. വണ്ടി കണ്ടീഷനാണ്, ഇപ്പോഴുള്ള വണ്ടി കണ്ടീഷനാണ്. പക്ഷെ നിരങ്ങിപ്പോയിടിക്കും. വണ്ടി നിരങ്ങിപ്പോയി റോഡുമായിട്ടുള്ള ഗ്രിപ്പ് പോയിട്ട് നിരങ്ങിപ്പോയിട്ട് ഇടിക്കും. ബ്രേക്കിങ്ങിന്റെ കാര്യം അങ്ങനെയാണ് അല്ലെ. വണ്ടി വീലിന്റെ കറക്കം നിൽക്കും, പക്ഷെ റോഡും നമ്മുടെ ടയറും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോയി ഇടിക്കും. അതെ, മഴക്കാലത്ത് ഈ മോട്ടോർ വാഹന വകുപ്പ് അവരുടെ കണക്കി പറഞ്ഞാണല്ലോ, വേനലിനെ അപേക്ഷിച്ച് മഴക്കാലത്താണ് അപകടം അല്ലെ. മഴ തുടങ്ങുന്ന സമയത്താണ് ആക്സിഡന്റുകൾ കൂടുതൽ. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എതിരെ വരുന്നവനും കൂടെ അല്ലേ, അവൻ്റെയും കൂടെ ഒരു
അവന്റെ ഹിസ്റ്ററി കൂടെ നല്ലതാണ് മാത്രമേ ആ നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം ഡ്രൈവിംഗ് നിയമങ്ങൾ എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിവുണ്ടെങ്കിൽ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ഓടിക്കും. പലർക്കും അറിയത്തില്ലാതെ ഓടിക്കുന്നവരുണ്ട് പലതിനെയും പറ്റി, അല്ലെ? അറിവില്ലാത്തവർ ഓടിക്കും. എല്ലാവർക്കും ഇത് ഒരുപോലെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും അപകടങ്ങളുടെ ആ ഒരു ഇത് എണ്ണം കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇൻഡിക്കേറ്ററുകളൊക്കെ ഇടുമ്പോൾ അല്ലെ മസ്റ്റ് ആയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ടാ തിരിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതിരിക്കില്ല. പലരും കാണിക്കുന്ന കാര്യമാണ്. വണ്ടി നമ്മുടെ ഒരു ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുന്നു, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, അവൻ ഇടത്തോട്ട് തിരിയുണ്ടോ ഒരിക്കലും ഇൻഡിക്കേറ്റർ ഇടത്തോട്ട് ഇടത്തില്ല. നമ്മൾ ഇടത്തേക്കല്ലേ ഇടത്തോട്ടല്ല ഇന്ത്യ പോകും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പുറകെ അത് സ്ലോ ആകുമ്പോൾ പുറകെ വരുന്ന വണ്ടിക്കാരൻ അറിയത്തില്ല, പുറകെ പോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ഇരുണ്ട ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ റോഡിൽ കൂടെ സൈഡിലൊക്കെ നടക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ചാറ്റമഴയൊക്കെ ഉള്ളപ്പോഴേ ഇരുണ്ടല്ലേ, കറുത്ത ഉടുപ്പിട്ടോണ്ട് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ ഒരു സംഭവം അതിനകത്തുണ്ട്. അങ്ങനെ സംഭവം ഉണ്ട്, നമ്മൾ കാണത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാതെ പറ്റത്തില്ല. അത് സംഭവം നമ്മളിപ്പോ കറുത്തോടുപ്പ് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞതല്ല. പക്ഷെ നമുക്ക് പലർക്കും ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ള അടുത്ത് പോയി ചവിട്ടി സടംബറേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട്. അവനെ മനസ്സിൽ തെറി പറഞ്ഞുകൊണ്ട് അല്ലെ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ചവിട്ടി നിർത്തിയിട്ടുണ്ട്. അതുപോലെ അവസരം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ കാണത്തില്ല. മഴ പെയ്ത് കിടക്കുമ്പോ ഈ നമ്മുടെ ഹെഡ്ലൈറ്റ് അടിച്ചാലും ആ ഒരു വെട്ടം അങ്ങോട്ട് സ്പ്രെഡായി പോകത്തില്ല, അല്ലേ? വേനൽക്ക് ഉള്ള പോലെ വെട്ടം മഴക്കാലത്ത് റോഡിൽ വരത്തില്ല. അതുപോലെ ഈ രാത്രി മഴയുള്ള സ്ഥലങ്ങളിൽ, മഴയുള്ളതെന്നല്ല ഏത് കാലാവസ്ഥയാണെങ്കിലും, ഈ വഴിയെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാരാണെങ്കിലും ഇപ്പോൾ ഒരു സൈക്കിളിൽ പോകുന്നവരാണെങ്കിലും എന്തെങ്കിലും റിഫ്ലക്ടറുകളോ അല്ലെങ്കിൽ ഒരു ചെറിയ വെട്ടമോ എന്തെങ്കിലും കൈ കരുതിയിട്ട് മാത്രം തീർച്ചയായിട്ടും നടന്നു പോവുക. അപ്പോൾ അത് ഒക്കെ ഡ്രൈവിംഗ് നമ്മൾ ഒരുപാട് നമ്മളെ സഹായിക്കും. വണ്ടി ഓടിച്ചു വരുന്നവരെ ഇപ്പോൾ ഒരാൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കയ്യിലൊരു ടോർച്ചോ അല്ലെങ്കിൽ ഒരു സൈക്കിൾ യാത്രക്കാരാണെങ്കിൽ എന്തെങ്കിലും റിഫ്ലക്ടറോ അല്ല നടന്നു പോകുന്നവരാണെങ്കിൽ ഒരു ടോർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാക്സിമം വെട്ടം ഉപയോഗിച്ച് നടന്നു പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ നമ്മൾ ചാറ്റമഴയൊക്കെ ഉള്ളപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ എല്ലാവരെയും സംശയിക്കണം. റോഡിന്റെ സൈഡിൽ നിൽക്കുന്നവനെ സംശയിക്കണം. അവൻ ചാടും, മട്ടൻ ചാടും. റോഡിന്റെ സൈഡിൽ ഒരു കൊച്ചു നിൽക്കുക, അവനെ സംശയിക്കണം. ഒരു കാറുകാരൻ അവിടെ നിൽപ്പുണ്ട്, അവൻ മട്ടൻ തിരിക്കുമെന്ന് സംശയിക്കണം. ഒരു ബൈക്കുകാരൻ നിൽപ്പുണ്ട്, അവൻ ചാടും. നമ്മൾ സംശയിച്ച വണ്ടി ഓടിക്കുക. അവൻ ചാടും എന്ന കണക്കൂട്ടില്ല ഫോൺ അടിച്ചുകൊണ്ടേ വണ്ടി ഓടിക്കുള്ളൂ. ശരിയല്ലേ? അങ്ങനെ വേണം വണ്ടി ഓടിക്കാൻ. അല്ലാതെ നമ്മൾ അവൻ ചാടത്തിലാന്ന് എവിടെ അവിടെ നിൽക്കുമല്ലേ, നമ്മൾ വിട്ടിയാലും ഇടിക്കും. ഉറപ്പാ, ഉറപ്പാ. ഇടി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് എത്ര ദിവസം നമ്മുടെ മെനക്കേട് വരുമെന്ന് അറിയോ? ഒരു ചെറിയ സംശയരോഗത്തോടു കൂടി വേണ്ടി തന്നെ പോലീസുകാരൻ ആരെ കണ്ടാൽ സംശയമല്ലേ, ഇവനാണോ കള്ളൻ, ഇവനാണോ കള്ളൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് ആരെ കണ്ടാൽ സംശയിച്ചു വേണം. ഇവൻ ചാടും, പട്ടം ചാടും എന്നുള്ളൊരു തോന്നൽ നമുക്ക് മനസ്സിൽ വേണം. ആ ഒരു തോന്നൽ വെച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കണം. ഇല്ലാതെ ഓടിക്കുന്നവന് ആണ് ഈ അപകടം ഉണ്ടാക്കുന്നത്. നമ്മൾ ഡ്രൈവിംഗ് ടിപ്സ് പല കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷേ പലരും കേൾക്കുന്നില്ല അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് 40K സബ്സ്ക്രൈബർ ഉണ്ടായി. ഇപ്പോഴത്തെ അതിലൊന്നും വെച്ച് 40K എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഓരോ ഗെയിമിംഗ് ചാനലൊക്കെ ചെയ്യുന്ന പിള്ളേർക്ക് ലക്ഷങ്ങൾ, മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ അല്ലേ? മലയാളത്തിൽ തന്നെ. നമ്മൾ ഓരോ നല്ല അറിവുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവർക്ക് താല്പര്യമുള്ളവർ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപകടങ്ങൾ കുറയ്ക്കുക. ഞാനോ നീ വിചാരിച്ചാൽ നടക്കത്തില്ല. നമ്മൾ മൊത്തത്തിൽ അല്ലേ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ആർക്കോ എങ്കിലും സഹോദരിമാർക്കോ ആയാലും സഹോദരന്മാർക്കോ ഒക്കെ ഈ റോഡിൽ ഇറങ്ങിയാലെങ്കിൽ ഒന്നും വരരുത്. അതിന് വേണ്ടി ഓരോ വീഡിയോകൾ ചെയ്യുന്നതാണ്. ഒരുപാട് പേര് വിളിച്ച് അല്ലെ, വിദേശത്ത് നിന്ന് പോലും വിളിച്ച ആൾക്കാർ അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട്. അവർക്കൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കിട്ടിയപ്പോഴത്തേനും ഇന്ന് രാവിലെ 1-2 ഇൻസിഡൻസ് ഉണ്ടായപ്പോഴത്തേനും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. മഴയൊക്കെ തുടങ്ങുമല്ലേ, സ്കൂളൊക്കെ തുറക്കുമല്ലേ. അപ്പൊ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.